everyone, this is Vincey from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ലേബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകളും അതോടൊപ്പം കഴിഞ്ഞ വീക്കിൽ നടന്ന എല്ലാ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെ പറ്റിയാണ്. സോ ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് അതൊരു വലിയൊരു ഹെൽപ്പിനായിരിക്കും. നിങ്ങളാണ് നമ്മുടെ ചാനലിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് വിൻസേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് അപ്ഡേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.6 ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ, സത്യം പറഞ്ഞാൽ വലുതായിട്ടൊന്നും ആപ്പിൾ കൊണ്ടുവന്നില്ല സത്യം കിട്ടും. കാരണം ഇനി ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ വന്നത് iOS 26 മാത്രമാണ്. iOS 18 എന്ന് പറഞ്ഞ അപ്ഡേഷൻ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഇനി ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നല്ല പെർഫോമൻസ്, ബഗ് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അതോടൊപ്പം ബാറ്ററി ലൈഫ് ഒപ്റ്റിമൈസും ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്നീ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇനി ആപ്പിൾ iOS 18 ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലാത്ത പക്ഷം കുറേയധികം AI ഫീച്ചേഴ്സോ ബാക്കി കുറേയധികം എന്താ പറയുക യൂസർ ഇൻ്റർഫേസിലെ മാറ്റങ്ങളോ അങ്ങനെയൊന്നും ഇനി iOS 18 ആപ്പിൾ കൊണ്ടുവരില്ല. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന സെപ്റ്റംബർ റിലീസ് ചെയ്യുന്ന iOS 26 ആയിരിക്കും. സോ iOS 26 ഒരു കാര്യം കൂടെ പറയാം. iOS 26 നമുക്ക് സെപ്റ്റംബർ മിഡൊക്കെ ആകുമ്പോഴത്തേക്കും ഒഫീഷ്യലി റിലീസാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പറഞ്ഞ അപ്ഡേഷൻസിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഡേറ്റ് ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ റിലീസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അത് ചെക്കൗട്ട് ചെയ്യാം. പുതിയ പുതിയ അപ്ഡേഷൻസും മാറ്റങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രംപ് US ടാരിഫ് ഇൻക്രീസ് ചെയ്തു. ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് പ്രശ്നം വരാൻ പോകുന്നത് ഐഫോണിൻ്റെ അടുത്ത സീരീസിലാണ്. ഐഫോൺ മാത്രമല്ല, ഓൾ അറൗണ്ട് ദ വേൾഡിലും ഈ പറഞ്ഞ താരിഫ് കൂട്ടിൻ്റെ കുറേയധികം പ്രശ്നമുണ്ട്. iPhone 17 സീരീസിൽ $50 വരെ മിനിമം ഞാൻ പറയുന്നത് $50 വരെയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ 799 വന്നിരുന്നു വെച്ചാൽ iPhone 17 സീരീസ് നോൺ പ്രോ സീരീസ് അത് 850 ആവും. അതായത് ഏകദേശം 85,000 ഇന്ത്യൻ പ്രൈസ്. അതിൻ്റെ കൂടെ തന്നെ ബാക്കി നമ്മുടെ നാട്ടിലെ കുറേയധികം GST ടാക്സും അതും ഇതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് $90 വരെ പോകാനുള്ള ചാൻസ് മേ ബി ഉണ്ടാവാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പം തന്നെ നമുക്ക് വരുന്നത് 79,000 എന്ന് പറഞ്ഞാൽ 80,000 ഉറപ്പിച്ചാണ് അല്ലെങ്കിൽ അടുപ്പിച്ചാണ് വരുന്നത്. സോ അതിൻ്റെ പുറമെ നമുക്ക് ഈ പറഞ്ഞ അഡീഷണൽ സ്റ്റോറേജും ആൻഡ് ഈ പറഞ്ഞ താരിഫും GST ആ ടാക്സ് ഈ ടാക്സ് മറ്റേ ടാക്സ് എന്നീ പറഞ്ഞ കുറേ നേരം ടാക്സ് കൊണ്ട് വരുമ്പോൾ നല്ല രീതിയിലുള്ള പ്രൈസ് ഹൈക്ക് ഇന്ത്യൻ യൂസേഴ്സിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ദുബായിലുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി iPhone 17 Pro സീരീസിൽ ഇനിയും പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം 130 ഇന്ത്യൻ പ്രൈസിൽ iPhone 17 അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോ സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. പ്രോ മാക്സ് ആണെങ്കിൽ 1.5 ലക്ഷം വരെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വെക്കാം. സോ അതിനും എബോവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഐഫോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ ഫോണുകളിലും എസ്പെഷ്യലി ഈ പറഞ്ഞ USA മീഡിയുള്ള ഗൂഗിൾ പിക്സലിലൊക്കെ പ്രൈസ് കൂടാനുള്ള ചാൻസ് തന്നിട്ടുണ്ടെന്നാണ് കിട്ടിയത് ന്യൂസ്. അതോടൊപ്പം iPhone 17 Pro സീരീസ് പബ്ലിക്കിൽ സ്പോട്ട് ചെയ്തിട്ട് ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ക്ലിപ്പിങ്സ് അല്ലെങ്കിൽ ഫോട്ടോ നമ്മുടെ ട്വിറ്ററിൽ അല്ലെങ്കിൽ Xൽ നമുക്ക് കാണാൻ പറ്റി. പക്ഷെ കുറേ പേര് പറയുന്നത് ഇത് ഡമ്മി ഫോണാണ്, അതിൻ്റെ വലിയ യൂസേജ് ഒന്നുമില്ല. കാരണം അങ്ങനെ ഒരു ഒറിജിനൽ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോട്ടോടൈപ്പോ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലീക്ക് ആയി കഴിഞ്ഞാൽ ആപ്പിൾ എത്രയും വേഗം എമർജൻസി ആയിട്ട് തന്നെ ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യാനോ ബാക്കി ആ പുറത്തു പോയ പീസ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എങ്ങനെയാണ് റിക്കവർ ചെയ്യാനോ നോക്കും. പണ്ട് ഇതേപോലെ എനിക്ക് ഓർമ്മിച്ചിട്ടാണെങ്കിൽ സ്റ്റീവ് ജോബ്സ് ഉണ്ടായ സമയത്ത് ഇതേപോലെ ഒരു ബാറിൽ വെച്ച് iPhone 5 5S 5C ഏതൊരു മോഡല് ഇതേപോലെ തന്നെ ബാറിൽ വെച്ച് മറന്നുപോയി. സ്റ്റീവ് ജോബ്സിൻ്റെ കയ്യിൽ നിന്നല്ല, ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ഒരു എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് മറന്നുപോയി. പിന്നീട് ആ ഒരു കാര്യം കറങ്ങി തിരിഞ്ഞ് വേറൊരു പയ്യൻ്റെ നിന്നൊക്കെ കിട്ടി. സ്റ്റീവ് ജോബ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെയൊക്കെ വന്നൊരു ചരിത്രം ഈ പറഞ്ഞ ഐഫോണിൻ്റെ ആ ഒരു രീതിക്കുണ്ട് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ കയ്യിലുണ്ട്. സോ ഈ പറഞ്ഞ 17 സീരീസിൻ്റെ 17 Pro പബ്ലിക്കിൽ സ്പോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് വിശ്വസിക്കാനുള്ള കാരണമില്ല. കാരണം ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പ്രിവസിയും അതേപോലെ സീക്രസിയും കൊണ്ടു നടക്കുന്ന ഒരു കമ്പനിയാണ്. സോ അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റാൻ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് 0.00000.0% സോ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഫോൺ ഒന്നെങ്കിൽ ഡമ്മി
രണ്ടാമത്തത് ഒരു AI ഫോട്ടോ. ഈ പറഞ്ഞ AI ഫോട്ടോ ഇപ്പോൾ കണ്ടുപിടിക്കുന്ന നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെയും ആവാനുള്ള ചാൻസ് ഈ പറഞ്ഞ 17 സീരീസിൻ്റെ പ്രോ സീരീസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ 17 സീരീസിൻ്റെ ഒരു ഡമ്മി ഫോൺ അല്ലെങ്കിൽ പബ്ലിക് വ്യൂ എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് ഒപ്പീനിയൻ പറയാനുള്ളത്. ആൻഡ് 17 സീരീസിൻ്റെ വേറെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളർ നമുക്ക് ഈ ഒരു വട്ടം വരും. ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഓറഞ്ച് പോലൊന്നുമല്ല, എന്തൊരു ഓറഞ്ച്. പക്ഷെ ആ ഓറഞ്ചിന് പ്രത്യേകിച്ച് നല്ല ഫാൻ ബേസ് ഉണ്ട്. ഈ പറഞ്ഞ ഓറഞ്ച് എനിക്ക് പേഴ്സണലി ഇപ്പോൾ കണ്ടപ്പോൾ, ഞാൻ നേരിട്ട് കാണാത്തതുകൊണ്ടാണ്, ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ആ കളറായിരിക്കാം മേ ബി. എനിക്കൊരു യെല്ലോ കളർ കണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ ഞാൻ എടുത്തേനെ. പക്ഷേ എനിക്ക് ഓറഞ്ച് കളർ വലുതായിട്ട് പിടുത്തം വന്നില്ല. ആൻഡ് ഈ 17 മോഡലിൽ ഇത്ര നാൾ നമ്മൾ കണ്ടും മറന്ന അല്ലെങ്കിൽ നമുക്ക് ലീക്സും റൂമേഴ്സൊക്കെ വന്ന ഒരു മോഡലല്ല ഇപ്പോൾ ഒരു ഡമ്മി ആയിട്ടും ഹാൻഡ്സോൺ ആയിട്ടും വന്നിരിക്കുന്നത്. ബാക്കിൽ ഈ പറഞ്ഞ ബാറ്ററി, നമ്മുടെ ക്യാമറ മോജുകൊണ്ട് അവിടെ ഒരു കട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ താഴത്ത് ഒരു കട്ട് നമുക്ക് വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഷെയ്ഡ് ഇപ്പോൾ ഞാൻ ഡമ്മി ഫോണിലില്ല. സോ അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ആ ലുക്കിലും ഒരു ചെറിയ ഒരു ഇച്ചിരി എന്താ പറയുക ഇഷ്ടക്കുറവുണ്ട്. ആൻഡ് ക്യാമറ ബമ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല രീതിക്കുള്ള ഒരു ജട്ടിങ് ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോണിൽ നിന്ന് നല്ല രീതിക്കുള്ള പൊങ്ങിയാണ് ഈ പറഞ്ഞ ക്യാമറ മൊഡ്യൂൾ ഇരിക്കുന്നത്. iPhone 16 ചെയ്യുന്നത് തന്നെ നമുക്കറിയാം, കിടന്നതിനെ കുലുക്കമാണ്, റോക്കിംഗ് ആണ്. നമുക്കൊരു ടേബിൾ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ എൻ്റെ ഫോൺ വെക്കുമ്പോൾ കമത്തി വെക്കും, അല്ലെങ്കിൽ കിടന്ന് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. അത് പ്രോ സീരീസിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ 16 സീരീസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പ്രോയിലും ഏകദേശം അതേപോലെ തന്നെയാണ്. പക്ഷേ 17 സീരീസിൽ വരുമ്പോൾ ആ ഒരു എന്താ പറയുക തള്ളിപ്പില്ലേ, അല്ലെങ്കിൽ ആ ഫോണിൻ്റെ ബാക്കിലുണ്ടാകുന്ന ഒരു മുഴയില്ലേ, അത് കുറച്ചധികം കൂടെ കൂടിയിട്ടുണ്ട്. ബാക്കി കോമ്പോണൻസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കാര്യം ആലോചിക്കുമ്പോഴാണ് വേറൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇത്രയും വലിയ തടിയാണ് ഈ പറഞ്ഞ 17 പ്രോ സീരീസിൽ. അപ്പോൾ എയറിൻ്റെ കാര്യത്തിൽ അവിടെ എത്രത്തോളം കോമ്പാക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. 5.5 mm തിക്നെസ്സിൽ ഈ പറഞ്ഞ ഫോൺ വരുന്നുണ്ടെങ്കിൽ ക്യാമറ മോഡ്യൂളും അതേപോലെ ചെറുതാക്കേണ്ടി വരും, അതിനുള്ള കോമ്പോണൻറ്റും അതേപോലെ ചെറുതാക്കേണ്ടി വരും. അത്രമാത്രം കാര്യങ്ങൾ ചെറുതാക്കിയാണ് ഈ പറഞ്ഞ iPhone 17 എയർ വരാൻ പോകുന്നത്. 17 എയറിന് വേണ്ടി വലിയൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് iPhone 17 എയറിന് വേണ്ടി മാത്രം. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള ന്യൂസ് തന്നെ. കാരണം ഇന്ത്യൻ യൂസേഴ്സിനും UAE-യിലുള്ള യൂസേഴ്സിനുമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് വരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ഒരു പുതിയ സ്റ്റോറും കൂടെ ഈ 2025 തന്നെ ആപ്പിൾ മിക്കവാറും ഓപ്പൺ ചെയ്യും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മിക്കവാറും അത് വരാൻ പോകുന്നത് ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ തന്നെയായിരിക്കും. കാരണം ബാംഗ്ലൂർ, ഞാൻ കഴിഞ്ഞ ന്യൂസിലും പറഞ്ഞു, ഒരു ഹൈടെക് സിറ്റി മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഡിവൈസും ആപ്പിൾ ആയിക്കോട്ടെ വേറെ ഏത് ഗാഡ്ജറ്റ് ആയാലും ഏറ്റവും വലിയൊരു മാർക്കറ്റ് ബാംഗ്ലൂരുണ്ട്. സോ ബാംഗ്ലൂർ ഈ പറഞ്ഞ സർവീസ് സെൻറ്ററും ബാക്കി കാര്യങ്ങളെല്ലാം ബാംഗ്ലൂർ തന്നെയാണ്. ആപ്പിളിന് മാത്രമല്ല ബാക്കി കുറേ കമ്പനികൾക്കുള്ളത്. സോ ബാംഗ്ലൂരിനായിരിക്കും ഇനി അടുത്തൊരു ഹബ്ബായിട്ട് ആപ്പിൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. UAE-യിലും ഈ പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. പക്ഷേ UAE എനിക്കറിയില്ല അതിനെപ്പറ്റി വലിയൊരു അറിവ്. സൗദി അറേബ്യയിൽ മിക്കവാറും അടുത്ത കൊല്ലം തന്നെ, അല്ലെങ്കിൽ ഈ കൊല്ലം അവസാനം അല്ലെങ്കിൽ അടുത്ത കൊല്ലം തന്നെ സൗദി അറേബ്യയിലും ഈ പറഞ്ഞ ആപ്പിളിൻ്റെ സ്റ്റോർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ ആപ്പിളിൻ്റെ സ്റ്റോർ വന്ന ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ലൈൻ എങ്ങനെയാണെന്ന് അറിയോ? ആദ്യം ആപ്പിൾ ഓൺലൈൻ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മുടെ apple.com എന്ന് പറഞ്ഞ പോലെ apple.in ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റും ആപ്പ് സ്റ്റോറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിളിൻ്റെ തന്നെ ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, ആപ്പ് സ്റ്റോർ, അതും ആപ്പിൾ റിലീസ് ചെയ്യും. അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ പറയുന്ന ഒഫീഷ്യൽ സ്റ്റോർ ആപ്പിൾ ഓപ്പൺ ചെയ്തത്. ആ ഒരു സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും ഇനി സൗദിയിലും വരാൻ പോകുന്നത്. ഇപ്പോൾ ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു, ഇനി അടുത്ത കൊല്ലമോ ഈ കൊല്ലമോ മേ ബി ഒരു ഒഫീഷ്യൽ സ്റ്റോർ ആപ്പിൾ റിലീസ് ചെയ്യും. സോ ഇങ്ങനെ രണ്ട് കാര്യങ്ങളും കൂടെ UAE ആൻഡ് ഇന്ത്യ ഈ ഒരു കൊല്ലം തീരുന്നതിന് മുമ്പ് തന്നെ പുതിയൊരു സ്റ്റോറും കൂടെ ആപ്പിൾ കൊണ്ടുവരും എന്നൊരു സന്തോഷ വാർത്തയും കൂടെ എനിക്കറിയാൻ പറ്റി. ഇനി നമ്മുടെ ടിമ്മണ്ണൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 റിലീസ് ചെയ്ത iOS 26 ആണ് ഈ പറഞ്ഞ ഡെവലപ്പർ ബേറ്റാസ്, അല്ലെങ്കിൽ ബേറ്റയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു OS എന്ന് പറയുന്നത് ബേറ്റ. അത്രമാത്രം ബഗ്ഗും ബാക്കി കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഈ ഒരു iOS 26ന്റെ ബേറ്റ ആപ്പിളിൻ്റെ യൂസേഴ്സ് കുറേയധികം ആൾക്കാരാണ് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നത്. സോ ഒഫീഷ്യൽ അപ്ഡേഷൻ ആകുമ്പോഴത്തേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് iOS 26 തന്നെയാണ്. iOS 26 മാത്രമല്ല iPadOS, macOS, tvOS, watchOS, iOS ഈ പറഞ്ഞ എല്ലാ യൂസേഴ്സും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് മീ. ഞാനൊരു കാര്യം പറയാം,
ആപ്പിൾ എത്ര ബാക്കിലായാലും എത്ര കാര്യങ്ങൾ കൊണ്ടുവന്നില്ല എന്നാലും ലോകത്തെ കുറേയധികം ടെക്നോളജി കമ്പനി നമുക്കറിയാവുന്ന വലിയ വലിയ ബ്രാൻഡുകൾ ഉൾപ്പെടെ ആപ്പിളിനാണ് ഫോളോ ചെയ്യുന്നത്. ആപ്പിൾ കോപ്പി അടിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ആപ്പിളും കോപ്പി അടിക്കുന്നുണ്ട്. പക്ഷേ ആപ്പിളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ബെഞ്ച് മാർക്കായിട്ട് വെക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്. ഒരു ബെഞ്ച് മാർക്ക് എപ്പോഴും ആപ്പിളാണ്. സാംസങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ OnePlus ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൂഗിൾ പിക്സൽ ആയിക്കോട്ടെ, എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നത് ആപ്പിളായിട്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ എന്ന കമ്പനിയാണ് മാക്സിമം ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അവരെ വെട്ടിക്കാൻ വേണ്ടി വെക്കണമെങ്കിൽ തന്നെ ആപ്പിൾ ഒരു കോമ്പറ്റേറ്റർ തന്നെയാണ്. ആപ്പിളിന് ബ്ലാക്ക്ബെറി എങ്ങനെയായിരുന്നോ അതേപോലെയാണ് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ കമ്പനികൾക്കും ആപ്പിൾ എന്ന് പറയുന്നത്. സോ ആസ് എ ആപ്പിൾ യൂസർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും ഈ പറഞ്ഞ ആപ്പിൾ എക്കോസിസ്റ്റം തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആപ്പിൾ ഫീച്ചർ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമന്റ് ചെയ്യുക. ഈ ഒരു ന്യൂസ് വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അത് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.